ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കുമ്പളപ്പമാണ്. നമുക്ക് ഇതൊന്ന് നോക്കാം. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കുമ്പളപ്പമാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതുണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. കുമ്പളപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി മീഡിയം സൈസ് ചക്കയുടെ ഹാഫ് എടുത്ത് അതിൻ്റെ ചുളയെല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ്. വരിക്ക ചക്കയുടെ ചുളയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് നല്ലതുപോലെ അടിച്ചെടുക്കാം. കുറേശ്ശായിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. നമ്മൾ ആ ചക്ക മുഴുവനും അരച്ചെടുത്തു. ഒരു 2 കിലോ ചക്ക നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. കുമ്പളപ്പത്തിൽ ചേർക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നെയ്ക്കകത്ത് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് വറുത്തിടാത്തവർ ചിരകിയ തേങ്ങ ഇട്ടാലും കുഴപ്പമില്ല. ഒത്തിരി അങ്ങ് മുരിഞ്ഞെടുക്കണ്ട. ഈ പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഈ തേങ്ങാക്കൊത്ത് വറുത്തതും നമുക്കൊന്ന് മാറ്റി വെക്കാം. കുമ്പളപ്പത്തിന് ചേർക്കാനായിട്ട് നമുക്കിനി അടിച്ചെടുത്ത് വെച്ചിരുന്ന ചക്ക നമുക്ക് വഴറ്റിയെടുക്കാം. ചക്ക നമുക്കൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ഈ കുമ്പളപ്പത്തിൻ്റെ കൂട്ട് നമ്മൾ എടുക്കുമ്പം വെള്ളമായി പോകരുത്. അപ്പം പിന്നെ നമുക്കത് വഴനയിലയിൽ എടുക്കാൻ വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഈ ചക്കയൊക്കെ അടിക്കുമ്പോഴും വെള്ളം ഒഴിക്കുകയേ ചെയ്യരുത്. അതുപോലെ തന്നെ ശർക്കര പാനി നമ്മൾ എടുക്കുമ്പോഴും ചെറു കട്ടിയുള്ളത് തന്നെ വേണം. ചക്ക നല്ലതുപോലെ വെന്തു. ഇതിലേക്ക് നമുക്കൊരു 300 ഗ്രാം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ചക്ക എപ്പോഴും കൂടുതലായിട്ട് നിൽക്കണം. നമുക്കിതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. തിളച്ച് വരുന്ന ഈ ചക്കയുടെ കൂട്ട് കയ്യിൽ തെറിക്കാതെ സൂക്ഷിക്കണം. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചെറുജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര കൂട്ടി ഞാൻ പൊടിച്ച് വെച്ചിരുന്നതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചു. ഇതിലേക്ക് ഞാൻ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. 2 കപ്പും ഇട്ട് ഒത്തിരി കട്ടയാക്കി കുമ്പളപ്പത്തിൻ്റെ മാവ് എടുക്കരുത്. നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറേശ്ശെ വീണ്ടും അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമ്മൾ അരിപ്പൊടിയെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തു. നോക്കിക്കേ, കൂട്ടിങ്ങനെ കട്ടയായിട്ട് വേണം താഴോട്ട് വീഴാൻ. ഇനി നമുക്കിതിനകത്ത് അരിപ്പൊടി ചേർക്കണ്ട. നന്നായിട്ട് ഇളക്കി മാവ് നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് നോക്കാം. ഓക്കെ, മാവ് ഇങ്ങനെ വീഴുന്നത് പോലെ ഇതാണ് കുമ്പളപ്പത്തിൻ്റെ പരുവം. വഴനയിലയൊക്കെ ഞാൻ
കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ഷൈനോടെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. നമുക്കിനി ഓരോന്നായിട്ടൊന്ന് ഈ വഴനയിലോട്ട് വെക്കാം. ഇതിലേക്ക് നമുക്ക് മാവ് വെച്ച് കൊടുക്കാം. ഈ ഭാഗം കൊണ്ട് നമുക്കിതിലേക്ക് ഇറക്കി കുത്തി കൊടുക്കാം. സ്റ്റീമറിൽ ആദ്യം നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ കുമ്പളപ്പത്തിൻ്റെ മാവ് വഴനയിലെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനിയും ഒരു 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. നമുക്ക് കുമ്പളപ്പം ഒന്ന് നോക്കാം. നന്നായിട്ട് 20 മിനിറ്റ് കൊണ്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിനി പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ കുമ്പളപ്പം റെഡി ആയിരിക്കുകയാണ്. തണുത്തിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.